മാങ്ങ വെച്ചിട്ടൊരു റെസിപ്പി ട്രൈ ചെയ്യാനാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫുള്ള് മാങ്ങയുടെ റെസിപ്പീസാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും അതൊന്ന് ഈസി ആയത് ഒരെണ്ണം വെച്ചിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 3 ഇൻഗ്രീഡിയൻസ് മതി. മാങ്ങ, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഫ്രഷ് ക്രീം. ഞാൻ വീഡിയോസിലൊക്കെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കണ്ടത്. എനിക്ക് കിട്ടിയത് മിൽക്കി മിസ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നല്ലത് മാങ്ങ ഏതാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ 2 ടൈപ്പ് എടുത്ത്. ഇത് രണ്ടും നല്ല മണമുണ്ട്. ഞാൻ 2 ടൈപ്പ് എടുത്തത് നല്ല മുതിരെടുക്കാമല്ലോ. പിന്നെ നല്ല മഴ ചാടുന്നുണ്ട് പുറത്ത്, അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ആ തൊലിയിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടിടില്ലേ, അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ. ഭാഗ്യത്തിന് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്, ശരിയാവണേന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കട്ട് ചെയ്ത് കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടോ. പിന്നെ ആലോചിച്ച് എന്തിനാ വെറുതെ എത്ര കഷ്ടപ്പെടുന്നത്, എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കാനാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തൊലി കളഞ്ഞ് എല്ലാം കൂടെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചു. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ, പീസൊന്നും ഇല്ലാതെ തന്നെ. എന്നിട്ട് പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീമും പിന്നെന്താ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കണേ. ബീറ്ററുള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ടിട്ട് തന്നെ അടിച്ച്. പിന്നെ ഞാനിതിൽ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ മാംഗോ ഇതേപോലെ ഇങ്ങനെ പീസായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ, പിന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടാനും കൂടെ ആയിട്ട് ഇങ്ങനെ മാംഗോസ് കട്ട് ചെയ്തിട്ടിട്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ടോ. ഇനി നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് ഞാൻ ചെയ്തത്, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തണുപ്പില്ലാതെ കഴിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഞാൻ തണുപ്പിച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വന്നു, നമ്മുടെ ക്രീമെല്ലാം കൂടെ ഒന്നും കൂടെ തിക്കായിട്ട് വന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കാനെടുത്തു. നല്ല തണവുണ്ടായിരുന്നു. നമ്മുടെ എനിക്ക് അരുൺ ഐസ്ക്രീമിൻ്റെ ആ മാംഗോ ഫ്ലേവറൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതുപോലെ തോന്നി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, കാരണം എന്താ വെച്ചാൽ നല്ല ക്രീം കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേരും അത് തന്നെയാണല്ലോ, മാംഗോ ക്രീം. എനിക്കിഷ്ടമായി. പിന്നെ ഞാനത് പിറ്റേ ദിവസം കഴിച്ചപ്പോൾ, അതായത് ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.